ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഓട്ടോമൊബൈൽ ടയറിൻ്റെ ടൈപ്സിനെ കുറിച്ചും അതിൻ്റെ ഓരോ ടൈപ്സിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ടയർ നോക്കി അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മെയിൻലി നമ്മുടെ ഓട്ടോമൊബൈൽ ടയർസ് രണ്ട് ടൈപ്പാണുള്ളത്. ക്രോസ് പ്ലൈ, പിന്നുള്ളത് റേഡിയൽ പ്ലൈ ടയർസാണ്. ക്രോസ് പ്ലൈയെ ബയാസ് പ്ലൈ ടയർ എന്നും പറയും. നമുക്ക് നോക്കാം. ടയറിൻ്റെ ബെഡിനോട് തന്നെ ചേർന്ന് ടയറിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗമാണ് കാർക്കസ് അഥവാ കേസിംഗ് എന്ന് പറയുന്നത്. ഈ കേസിംഗ് എന്ന ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് റബ്ബറും അതേപോലെ തന്നെ കോഡ് അഥവാ നൂല് പോലെ സ്ട്രക്ചറുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ടയറിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രോസ് പ്ലൈ ടയേഴ്സിൽ ഇതിൻ്റെ കേബിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടവശത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്തെ ഓരോ കേബിളും ക്രോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ ക്രൗണിനും ഇതിൻ്റെ മുകളിലത്തെ സ്റ്റീൽ ബെൽറ്റിനും എല്ലാത്തിനും ഇതിൻ്റെ സെയിം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും സ്ട്രെങ്തും തന്നെയാണ് ക്രോസ് പ്ലൈ അഥവാ ബയാസ് പ്ലൈ ടയേഴ്സിൽ പ്രൊവൈഡ് ചെയ്തത്. മറിച്ച് റേഡിയൽ പ്ലൈ ടയേഴ്സിൻ്റെ അകത്ത് കേബിൾ അറേഞ്ച് ചെയ്തിട്ട് റേഡിയൽ ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് ഒരു ബെഡിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലത്തെ ബെഡിലേക്ക് ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. റേഡിയൽ പ്ലൈ ടയേഴ്സിലെ ക്രൗൺ ഫോം ചെയ്യുന്ന ഒരു ബെൽറ്റ് രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ റേഡിയൽ പ്ലൈ ടയേഴ്സ് ബയാസ് പ്ലൈ അപേക്ഷിച്ച് പ്രത്യേകതരം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ പ്രോപ്പർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റേഡിയൽ പ്ലൈ ടയേഴ്സിൽ സ്റ്റീൽ ബെൽറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡയഗണലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിനോടൊപ്പം തന്നെ ബെറ്റർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും ഈ ബെൽറ്റ്സ് സഹായിക്കും. കൺസ്ട്രക്ഷനിലുള്ള ഈ വേരിയേഷൻ കാരണം റേഡിയൽ പ്ലൈ ടയേഴ്സും ബയാസ് പ്ലൈ അഥവാ ക്രോസ് പ്ലൈ ടയേഴ്സും രണ്ട് രീതിയിലുള്ള പെർഫോമൻസ് അഥവാ സ്വഭാവമാണ് കാണിക്കുന്നത്. റേഡിയൽ ടയേഴ്സിൻ്റെ ഡിസൈനിൻ്റെ അഡ്വാൻറ്റേജ് കാരണം ഈ ടയർ കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഈ ടയർ ഈസി ആയിട്ട് ബയാസിനെ അപേക്ഷിച്ച് പെട്ടെന്ന് വളയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോണ്ടാക്ട് പാച്ച് ബയാസിനെ അപേക്ഷിച്ച് വൈഡാണ്. അതുകൊണ്ട് തന്നെ ഇത് റേഡിയൽ ടയേഴ്സ് കൂടുതൽ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും ബയാസ് ടയേഴ്സിനെ അപേക്ഷിച്ച്. മറിച്ച് ബയാസ് പ്ലൈ ടയേഴ്സിൻ്റെ കോണ്ടാക്ട് പാച്ചിന് നീളമാണ് കൂടുതൽ, വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റേഡിയൽ പ്ലൈ ടയേഴ്സിനെ ക്രോസ് പ്ലൈയെ അപേക്ഷിച്ച്. റേഡിയൽ പ്ലൈ ടയേഴ്സിന് റോഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അത് ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. മറിച്ച് ബയാസ് പ്ലൈ ടയേഴ്സിൽ സെൻട്രൽ കൂടുതൽ പ്രഷർ മീൻസ് അവിടെ കൂടുതൽ ടെമ്പറേച്ചറും ബാക്കിയുള്ള ഭാഗത്ത് പ്രഷറും ടെമ്പറേച്ചറും കുറവുമായിരിക്കും. ഫൈനലി കോണ്ടാക്റ്റ് വരുന്ന എല്ലായിടത്തും ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ റേഡിയൽ ടയേഴ്സിൻ്റെ തേയ്മാനം കുറവായിരിക്കും. അതായത് കൂടുതൽ ലൈഫ് റേഡിയൽ ടയേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. റേഡിയൽ പ്ലൈ ടയേഴ്സിൻ്റെ ഫ്ലെക്സിബിൾ സൈഡ് വാൾസ് റോഡിലത്തെ കട്ടറുകൾ കൂടുതൽ ഈസിയായിട്ട് അബ്സോർബ് ചെയ്ത് നല്ല യാത്രാസുഖവും പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ബയാസ് പ്ലൈയുടെ സ്ട്രോങ് സൈഡ് വാൾസ് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. കൂടുതൽ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള കാരണം വലിയ വാഹനത്തിന് ബയാസ് പ്ലൈ സ്യൂട്ടബിൾ. വളരെ വേഗതയിൽ പോകുമ്പോൾ ബയാസ് പ്ലൈ ടയേഴ്സ് പെട്ടെന്ന് ഡീഫോം ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങിനെയും യാത്രാസുഖത്തിനെയും വളരെ നന്നായി ബാഡായി അഫക്റ്റ് ചെയ്യും. എന്നാൽ റേഡിയൽ പ്ലൈ ടയേഴ്സിൻ്റെ അടുത്തടുത്തായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ബെൽറ്റ്സ് വളരെ ഹൈ സ്പീഡിലെത്തും റേഡിയൽ ടയേഴ്സ് ഡീഫോം ആകാതെ കോൺസ്റ്റൻ്റ് നിൽക്കാൻ സഹായിക്കും. റേഡിയൽ ടയേഴ്സിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രോങ് സ്റ്റീൽ ബെൽറ്റ്സ് കാരണം പെട്ടെന്ന് ഈ ടയർ പെട്ടെന്ന് പഞ്ചർ ആവില്ല. അതുപോലെ തന്നെ ഇതിന് ബെറ്റർ മൈലേജ് പ്രൊവൈഡ് ചെയ്യാം. വൈഡായിട്ടുള്ള കോണ്ടാക്ട് പാച്ച് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് റോളിംഗ് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് റേഡിയൽ ടയേഴ്സിന് കൂടുതൽ മൈലേജ് ബയാസ് പ്ലൈയെക്കാളും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത സെക്കൻഡ് കാറ്റഗറിയിലെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ട്യൂബ്ഡ് ടയറും ട്യൂബ്ലെസ് ടയറും. സോ നമുക്ക് ട്യൂബ്ഡ് ടയറും ട്യൂബ്ലെസ് ടയറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനും ഏതിനാണ് അഡ്വാൻറ്റേജസ് രണ്ടും കമ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ട്യൂബ്ഡ് ടയർ. ട്യൂബ് ടയറിൽ ഈ 4 കോമ്പണൻസ് ആണുള്ളത്. ലെഫ്റ്റ് റൈറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ടയർ, പിന്നെ ട്യൂബ്, പിന്നെ ഒരു ഫ്ലാപ്പ്, പിന്നെ നമ്മുടെ വീൽ ഡിസ്ക്. ഈ 4 പാർട്സ് ഒരു ട്യൂബ്ഡ് ടയറിലുണ്ട്. ടയറിനുള്ളിൽ ട്യൂബിന് കവർ ചെയ്തിട്ട് ഫ്ലാപ്പ് നമ്മുടെ റിമും അതേപോലെ തന്നെ ട്യൂബും തമ്മിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഷീറ്റ്. അതുപോലെ ഒരു ട്യൂബ്ലെസ് ടയറിൽ വെറും 2 പാർട്ട് മാത്രമേ ഉള്ളൂ. ടയറും നമ്മുടെ റിമ്മ് അല്ലെങ്കിൽ വീൽ ഡിസ്ക് മാത്രമേ ഒരു ട്യൂബ്ലെസ് ടയറിൽ വരുള്ളൂ. ട്യൂബിന് പകരം ഇതിൽ ടയറിൻ്റെ ഇന്നർ മോസ്റ്റ് കോട്ടിംഗ് ആയിട്ട് വരുന്ന ഒരു എയർ റീറ്റെയിനിങ് വാളാണ്. ഈ എയർ റീറ്റെയിനിങ് വാളാണ് എയർ ലീക്ക് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ ട്യൂബ്ഡ് ടയറിനെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറിന് കോമ്പണൻസിൻ്റെ എണ്ണം കുറവാണ് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇതിന് ട്യൂബ്ഡ് ടയറിനേക്കാളും ഭാരം കുറവായിരിക്കും. സോ ഫസ്റ്റ് ബേസിക് അഡ്വാൻറ്റേജസ് ഓഫ് ട്യൂബ്ലെസ് ടയർ എന്ന് പറയുന്നത് പങ്ക്ചർ റെസിസ്റ്റൻ്റ് ആണ്. എയർ ലീക്കേജ് വളരെ സ്ലോ ആയിട്ട്, അതുകൊണ്ട് പങ്ക്ചർ ആയാലും നമുക്ക് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് വാഹനം സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും.
ട്യൂബും ഫ്ലാപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭാരം കുറവാണ്. ലൈറ്റ് വെയ്റ്റ് മീൻസ് അതിന് റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബെറ്റർ മൈലേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം അത് പങ്ക്സിൽ നിന്ന് നമുക്കൊരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്യൂബ്ഡ് ടയറിന് കുറേ നാൾ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ട്യൂബും വീൽ ബെഡും കൂടെ കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്ത് പിഞ്ചിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വിൻഡ് കീറാൻ സാധ്യതയുണ്ട്. ട്യൂബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്യൂബ്ലെസ് ടയറിൽ ട്യൂബ് പിഞ്ചിങ് എന്ന പ്രോബ്ലം വരില്ല. ഫൈനലി ഏറ്റവും നല്ല ഗ്രേറ്റായിട്ടുള്ള അഡ്വാൻറ്റേജ് ട്യൂബ്ലെസ് ടയറിന് ട്യൂബ് ടയറിനെക്കാളും ലോങ്ങർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ കോസ്റ്റ് സേവിങ്. ടയറിൻ്റെ സൈഡ് വാൾ ഇതേപോലെ ഒരുപാട് നമ്പേഴ്സ് നമ്മളിലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായത്. ഈ നമ്പേഴ്സൊക്കെ എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ലെറ്റർ പി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതൊരു പാസഞ്ചർ വെഹിക്കിൾ ടയർ ആണെന്നാണ്. എല്ലാ കൺട്രിയിലും ടയറിലും ഈ ഫസ്റ്റ് ആൽഫബറ്റ് കാണില്ല. സി ആണെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളും. സെക്കൻഡ് 185 എന്ന ലെറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ടയറിൻ്റെ വീതി അഥവാ വിഡ്ത്താണ്. അതായത് ടയറിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ടയറിൻ്റെ വീതി, അതായത് ഇതിനകത്ത് സെക്ഷൻ വിഡ്ത്ത് എന്ന് കാണിച്ചിരിക്കുന്നത് ആ ലെങ്ത്താണ് ആ 185 എന്ന് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് കാണിച്ചിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. അതായത് 185 മില്ലിമീറ്ററാണ് ഈ കാണിച്ചിരിക്കുന്ന ടയറിൻ്റെ വീതി. അടുത്ത പാർട്ട് 60 എന്ന് കാണിച്ചിരിക്കുന്നത് ആസ്പെക്ട് റേഷ്യോയുടെ ശതമാനമാണ്. അത് ആസ്പെക്ട് റേഷ്യോയുടെ പെർസെൻറ്റേജ് ആണ് അടുത്ത മൂന്നാമത്തെ സെക്ഷനായിട്ട് ഒരു ടയറിൻ്റെ വാളിൽ കാണിച്ചിരിക്കുന്നത്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഹൈറ്റ് ഡിവൈഡ് ബൈ സെക്ഷൻ വിഡ്ത്ത് ആണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ അകത്ത് മൂന്നാമതായി കാണിച്ചിരിക്കുന്നത് ഒരു ടയറിൻ്റെ സൈഡ് വാളിൽ. നാലാമത്തേതായി ഈ ലെറ്റർ R എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ യൂസ് ചെയ്തിരിക്കുന്ന ടയർ റേഡിയൽ ടയർ ആണെന്നാണ് ഈ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ R സൂചിപ്പിക്കുന്നത്. R കഴിഞ്ഞിട്ട് 14 എന്ന് കാണിച്ചിരിക്കുന്നത് ഈ ടയറിൻ്റെ ഇന്നർ ഡയമീറ്റർ ആണ്. അതായത് വീൽ ഡയമീറ്റർ ആണ് 14 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചസിലാണ് കാണിക്കുന്നത്, 14 ഇഞ്ച്. വീൽ ഡയമീറ്റർ അല്ലെങ്കിൽ ടയറിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ റിം ഡയമീറ്റർ ആണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഇത് ഇഞ്ചിലായിരിക്കും കാണിച്ചിരിക്കുന്നത് ടയറിൻ്റെ ഉള്ളിലെ മൊത്തം ഡയമീറ്റർ. 82 എന്ന ലെറ്റർ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ്. ഇതിന് എത്രത്തോളം ഭാരം താങ്ങാൻ പറ്റുമെന്നാണ് ആ അക്കം മീൻ ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. അതായത് 82 എന്ന ലോഡ് ഇൻഡെക്സിന് 475 കിലോഗ്രാം ഭാരമാണ് മാക്സിമം താങ്ങാൻ സാധിക്കുന്നത്. ആ നമ്പറിന് പറയുന്ന പേര് ലോഡ് ഇൻഡെക്സ് എന്നാണ്. ഈ കോളത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളം ലോഡ് ഇൻഡെക്സും രണ്ടാമത്തെയും നാലാമത്തെയും കോളം അതിന് താങ്ങാൻ പറ്റുന്ന ഭാരവുമാണ്. പ്രധാനമായിട്ടുള്ള ആ ഇംഗ്ലീഷ് ലെറ്റർ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഈ വാഹനത്തിന് ടയറിന് മാക്സിമം എത്ര സ്പീഡ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇത് ലാസ്റ്റ് ലെറ്റർ V ആണ്. സോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം V എന്ന ആൽഫബറ്റിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 240 km/h ആണ്. സോ ഫൈനലി ഫോർ റിവിഷൻ, ഫസ്റ്റ് ലെറ്റർ P റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് സർവീസ് ടൈപ്പ് ആണുള്ള, പാസഞ്ചർ വെഹിക്കിൾ ആണോ, ലൈറ്റ് ട്രക്ക് ആണോ, അതോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണോ എന്നാണ് ഫസ്റ്റ് ലെറ്റർ കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് വിഡ്ത്ത്, അതായത് വീതി മില്ലിമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. തേർഡ് ആസ്പെക്ട് റേഷ്യോയുടെ പെർസെൻറ്റേജ് ആണ്. പിന്നെ ഫോർത്ത് ഏത് ടൈപ്പ് ടയർ ആണ്, റേഡിയൽ ആണോ അതോ ക്രോസ് ബയസ് ആണോ. റിം ഡയമീറ്റർ ഇഞ്ചസിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്പറിൽ കാണിച്ചിരിക്കുന്ന ലോഡ് ഇൻഡെക്സ് ആണ്, അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡ്. പിന്നെ ലെറ്റർ കാണിച്ചിരിക്കുന്നത് അതിന് മാക്സിമം ക്യാരി ചെയ്യുന്ന സ്പീഡാണ്. ടയറിൽ ഇത്തരത്തിലുള്ള ചില കോഡുകൾ കാണാൻ. അതായത് ഫസ്റ്റ് DOT എന്ന് കാണിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ HW എന്ന് കാണിച്ചിരിക്കുന്നത് മാനുഫാക്ചറിൻ്റെ പ്ലാന്റിൻ്റെ കോഡാണ്. അതായത് ഇന്ന കമ്പനിയുടെ ഇന്ന സ്ഥലത്തെ, അതായത് MRFൻ്റെ ചെന്നൈയുടെ പ്ലാനിലാണ് ഈ ടയർ നിർമ്മിച്ചത് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. മൂന്നാമത്തേത് A7 എന്നത് ടയറിൻ്റെ സൈസിൻ്റെ കോഡാണ്. അത് വെച്ച് നമുക്ക് ടയറിൻ്റെ വിഡ്ത്തും ഡയമീറ്ററും ഹൈറ്റും എല്ലാം നോക്കാൻ പറ്റും. അടുത്തതായിട്ട് ഉള്ളത് ടയർ മാനുഫാക്ചറുടെ കോഡാണ്. അതായത് മിഷലിനാണോ MRF ആണോ അപ്പോളോ ആണോ എന്ന് നമുക്ക് അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റിലുള്ള ആ ലെറ്റർ എന്ന് വെച്ചാൽ ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. ആദ്യത്തെ രണ്ടക്കങ്ങൾ എത്രാമത്തെ ആഴ്ചയാണെന്നും രണ്ടാമത്തെ രണ്ടക്കങ്ങൾ ഏത് വർഷമാണെന്നുമാണ്. അതായത് ഇത് മീൻ ചെയ്യുന്നത് 16ാമത്തെ ആഴ്ചയും 2000 വർഷവുമാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് കാണിച്ചത് DOT എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ആൻഡ് രണ്ടാമത്തേത് പ്ലാന്റിൻ്റെ കോഡ്, മൂന്നാമത്തേത് ടയറിൻ്റെ സൈസിൻ്റെ കോഡ്, നാലാമത്തേത് ബ്രാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഏത് ബ്രാൻഡാണുള്ളത്. പിന്നുള്ളത് മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. ആദ്യത്തെ രണ്ടക്കം എന്ന് പറഞ്ഞത് മാനുഫാക്ചറിങ് വീക്കും രണ്ടാമത്തേത് മാനുഫാക്ചറിങ് ഇയറുമാണ് കാണിച്ചിരിക്കുന്നത്. So I hope you enjoyed my video very well and learned something new.
Don't forget to subscribe to the channel for updated videos, and see you in the next video.